മാത്രമല്ല സുപ്രീം കോടതി വരെ പോണ്ടി വന്നു. ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് ഈ സിനിമയുടെ പ്രദർശനാനുമതി. അല്ല, ജഡ്ജി പറഞ്ഞത് എന്താണ് പ്രശ്നമെന്ന് വരെ ചോദിച്ചാൽ ജഡ്ജ്മെന്റിലുണ്ട്. അതെ, ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന രണ്ട് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിൽ സുഖം കാണുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇന്നത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സംഘർഷങ്ങളെ അന്നുള്ളൂ. ഈ ഡയലോഗ് കട്ട് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ഇപ്പം ജോയേട്ടൻ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ റൂട്ട് പിടികിട്ടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരമൊരു കട്ടിങ്ങിലേക്ക് പോകുന്നത്? കോടതി പോകുന്നു, മേൽക്കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, സുപ്രീം കോടതി വരെ പോകുന്നു. ഒരാൾ ജീവിതം മടുക്കാതെ മതി. ഹൈദരലി ഇത് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പിന്നെ രാഗി കെട്ടിയാൽ മാസ്ക് ചെയ്യണം, ഒരു ചരട് കെട്ടിയാൽ മാസ്ക് ചെയ്താണ് കാണിക്കേണ്ടത്. നമുക്ക് പൊളിറ്റിക്കലി സിനിമയിൽ സെൻസർ ബോർഡ് ഇടപെടാൻ തുടങ്ങിയത് BJP ഗവൺമെൻറ് വന്നതിനാണ്. പ്രകടമായി രാഷ്ട്രീയം തോന്നിപ്പിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇടപെടലുകൾ നടത്താൻ തുടങ്ങിയത് ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. ഹാല് സിനിമ റിലീസ് ചെയ്തു. ഹാല് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തു. ബിഷപ്പിൻ്റെ വേഷമാണ്. സിനിമ കണ്ടവർക്കറിയാം. ആ സിനിമയിൽ ഏറ്റവും ഭാഗമായ ഒരു ആക്റ്റീവായിട്ട് നിന്ന ആക്ടറാണ് ജോയ് മാത്യു. ജോയ് മാത്യു ചേട്ടൻ്റെ അടുത്തേക്ക് കോഴിക്കോട് വന്നാണ് ഇൻ്റർവ്യൂ. ജോയ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹൈദരലി, ഹാല് കണ്ടു. ഹാല് ഇളകി ഉടനെ കൂടെ പോന്നേ. ഇഷ്ടപ്പെട്ട പടം? എനിക്കിഷ്ടപ്പെട്ട പടമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം കുറച്ച് സമയമുള്ളെങ്കിലും അത് സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ആ കഥാപാത്രം, അതാണ് ഹാല് സിനിമ എനിക്കിഷ്ടപ്പെട്ടത്. അതെ, അതാണ് ആ കഥാപാത്രത്തിനോട് എനിക്കും ഇഷ്ടം. കാരണം ഞാൻ ഒരുപാട് പുരോഹിത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അറിയാലോ. അതെ അതെ. ഒരു അടുത്ത കാലത്ത് എനിക്ക് പ്രൊമോഷൻ കിട്ടി, ബിഷപ്പ് പോയി. അതെ അതെ. ഇപ്പോൾ കടുവയിൽ ബിഷപ്പാണ്, JSKയിൽ ബിഷപ്പാണ്, ഇതിലും ബിഷപ്പാണ്. പക്ഷെ മറ്റ് രണ്ട് ബിഷപ്പുകളിലും വ്യത്യസ്തമായിട്ട് സൊസൈറ്റിക്ക് കൊടുക്കാവുന്നൊരു സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു ബിഷപ്പാണതിൽ. അപ്പോൾ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. മൈസൂർ വെച്ചൊരു ഷൂട്ടിങ്ങൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം പലപ്പോഴും മഴ, പിന്നെ യാത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നന്നായി ചെയ്തതാണല്ലോ ഇപ്പോൾ ഇതിൽ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ ഓടിയെത്തൂല്ലോ. അവിടെ ഉള്ള ഈ സിനിമ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു സമയം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. ലവ് ജിഹാദ്, മതം നോക്കി സ്ത്രീകളുടെ വിവാഹം, പെൺകുട്ടികൾ. അതിൽ ജോയേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗൊക്കെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു, കട്ടിങ്ങിലേക്ക് പോയി. അത് ബിഷപ്പ് ഹൗസിൽ വെച്ച് പറയുന്നൊരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്താണ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിരുന്നു. നമ്മുടെ പെൺകുട്ടികളെ ആരെങ്കിലും കൈവീഴ്ത്തി വിളിച്ചാൽ പോകുന്നവരാണ്. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയൊക്കെ എടുത്ത് നമ്മളെ തെലങ്കാന ജുബ്ബ. ഈ നമ്മളിപ്പോൾ ഈ നമ്മളുടെ പിതാക്കന്മാർ കാടും മലയും കയറി ബുദ്ധിമുട്ടി വെട്ടി വെളുപ്പാക്കി കൃഷി ചെയ്ത് കപ്പയും കാച്ചിലും കൃഷി ചെയ്ത് ബുദ്ധിമുട്ടി വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടി ജീവിതം നിലനിർത്തി അവരുടെ പുതിയ തലമുറയിലുള്ളവർക്ക് സിൽക്ക് ജുബ്ബയും സ്വർണ്ണ ചെയിനും പത്രാസും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പുള്ള പിതാക്കന്മാരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. ഇവർ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു നേഴ്സിനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരെങ്കിലും കല്യാണം കഴിക്കുകയും ഇവിടെ വന്ന് പത്രാസ് കാണിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഡയലോഗ്. അപ്പോൾ അവർക്കാണ് കൂടുതൽ ഈ പഴയ കാലത്തെക്കാളും മതം എന്ന സാധനം തലയ്ക്ക് പിടിക്കുന്നത്. പണ്ടിപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഒന്നില്ലല്ലോ. കാരണം സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അതിന് മുമ്പേ തന്നെ ഒരു നമ്മുടെ തലച്ചോറിലേക്ക് അത് വേറൊരു സമൂഹമാണ്, സൊസൈറ്റിയാണ്, അല്ലേ, വേറെ സെറ്റപ്പാണ് എന്നൊരു ചിന്ത വരും. പിന്നൊരു രക്ഷയില്ലാതെ വരുമ്പോഴാണ്
അത് വിവാഹത്തിൽ കലാശിക്കുകയും സംഘർഷം ഉടലെടുക്കുകയൊക്കെ ചെയ്യുന്നു. എങ്കിൽ പോലും ഇന്നത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സംഘർഷങ്ങളെ അന്നുള്ളൂ. ഇന്നാണ് ഇത് ഊതി വീർപ്പിച്ചിട്ടുള്ള പ്രശ്നങ്ങളാക്കി മാറ്റുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന രണ്ട് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിൽ സുഖം കാണുന്ന മറ്റൊരു വിഭാഗമുണ്ട്. മനസ്സിലായില്ലേ? ആ വിഭാഗത്തിൻ്റെ ചെയ്തികളാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? കാരണം ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും എണ്ണത്തിൽ കുറവാണ്. ഇവരെങ്ങനെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ, കേരള പൊളിറ്റിക്സിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ സിനിമയുടെ, ഈ ബിഷപ്പിൻ്റെ ഈ ഇടപെടലിൻ്റെ പ്രസക്തി. അത്തരം ഒരു സംഭവങ്ങൾ ഈ സെൻസർ ബോർഡൊക്കെ കട്ട് ചെയ്യണമെന്ന് പറയാൻ, ഈ ഡയലോഗ് കട്ട് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ഇപ്പം ജോയേട്ടൻ പറഞ്ഞു വരുമ്പോൾ എൻ്റെ റൂട്ട് പിടികിട്ടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരമൊരു കട്ടിങ്ങിലേക്ക് പോകുന്നത്? എൻ്റെ ഹൈദരാബാദിൽ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ, അവർക്ക് യാതൊരുവിധ സൗന്ദര്യബോധമോ, ഞാൻ പറഞ്ഞ സൗന്ദര്യബോധം ഈസ്തെറ്റിക്സ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ബാക്കി മനുഷ്യൻ്റെ സൗകര്യമൊന്നുമില്ല, കലാപരമായ സൗന്ദര്യബോധമോ ചരിത്രബോധമോ സിനിമയുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാത്തവരായിരിക്കും. ഭരിക്കുന്ന പാർട്ടിയുടെ ആരെങ്കിലും മണിയടിച്ച് കയറി പറ്റുന്ന സ്ഥാനമാണ് സെൻസർ ബോർഡ് അംഗങ്ങൾ എന്നുള്ളത്. ഓരോ പടം കാണുന്നതിന് ബാറ്റ കിട്ടും, മറ്റ് സൗകര്യങ്ങൾ കിട്ടും. പിന്നെ ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കി പടം ഇറക്കുന്ന ആൾക്കാരുടെ മേലെ കുതിര കാണിക്കാം. മനസ്സിലായോ? ഇവർ ഒന്ന് നോന്ന് പറഞ്ഞാൽ റിലീസിങ് മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. ഒരു പടത്തിൻ്റെ റിലീസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 50 ലക്ഷം 1 കോടി രൂപ വരെയൊക്കെ ചിലവാകും. അത്രയും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഡിജിറ്റലായിട്ടും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മൊത്തം മാറി. നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഭീമമായ നഷ്ടങ്ങൾ സിനിമ ഇൻഡസ്ട്രിക്ക് അതൊക്കെയാണ്. മറ്റൊരു കാര്യം, സെൻസർ ബോർഡിന് നമ്മൾ ലാസ്റ്റാണ് പടം കാണിക്കുക. അതെ, അപ്പോഴത്തേക്കും പബ്ലിസിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർ വിചാരിച്ചാൽ ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. ഞാൻ പണ്ടേ ഇതിനൊക്കെ എതിരെ തന്നെയാണ്, അന്നൊക്കെ എതിരാണ്. പലപ്പോഴും സെൻസർ ബോർഡായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദേ ആർ ഡൂയിങ് മാൽ പ്രാക്ടീസ്, അതായത് മോശപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ വക്താക്കളാണ് പലരെ. സെൻസർ ചെയ്യുക, ഒരാളുടെ കലാപരമായ അയാളുടെ എക്സ്പ്രഷനെ വേറെ കലാപരമായി യാതൊരു ബോധമില്ലാത്തവരാണ് നിയന്ത്രിക്കുക. അതാണല്ലോ. അപ്പോൾ ഈ സിനിമയിൽ അവർ ബോധപൂർവം കട്ട് ചെയ്തെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അത്ര പ്രശ്നമുള്ളതല്ല. നേരെ മറിച്ച് ഇത് മുമ്പോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു സമുദായ സൗഹാർദ്ദപരമായ അന്തരീക്ഷം. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് ഒരു മുസ്ലിം യുവാവിൻ്റെ കൂടെ ജീവിക്കാം, അവനാണെങ്കിൽ പേര് മാറ്റാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അതാണോ പ്രശ്നം എന്ന് ചോദിക്കില്ലേ? പേരാണ് പ്രശ്നം. അപ്പോൾ അതിൽ കുഴപ്പമില്ലാന്നാണ് ബിഷപ്പ് പറയുന്നത്. പേരൊന്നും മാറ്റണ്ട, അയാളെ കാറിലാണ് കൊണ്ടിരുന്നത്. ക്ലൈമാക്സ് അങ്ങനെയാണല്ലോ. മറ്റുള്ളവർക്ക് ലിബിലായി പോവുക. ഈ കലാപുണ്ടാക്കാൻ വന്ന 3 വിഭാഗങ്ങളും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം സക്സസ് ആയാൽ അത് ക്ഷീണം ചെയ്യുക ഇതിനെ എതിർക്കുന്ന ഈ സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയാണ്. സെൻസർ ബോർഡിന് രാഷ്ട്രീയം ഉണ്ടല്ലോ. അതെ അതെ അതെ. ആ രാഷ്ട്രീയത്തിന് കിട്ടാവുന്ന കനത്ത പ്രഹരമായിരിക്കുന്നുള്ളതുകൊണ്ടാണ് അവർ ഇത് പല കട്ടുകളും നിർദ്ദേശിച്ച് ഇത് വൈകിച്ചു. മാത്രമല്ല സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് ഈ സിനിമയുടെ പ്രദർശനാനുമതി. എനിക്ക് ആ അർത്ഥത്തിൽ ഇതിൽ നിർമ്മാതാവിനോടും സംവിധായകനോടൊക്കെ അളവറ്റ ആദരവാണുള്ളത്. കാരണം അവർ ഫൈറ്റ് ചെയ്തു ടിൽ ദ എൻഡ്. സക്സസ്. പടം നല്ല അഭിപ്രായമുണ്ട്. പൊതുവെ ആൾക്കാർ പറയും. വീരയൊക്കെ ഡയറക്ടറൊക്കെ റഫീഖ് എന്ന് വിളിക്കുക, റഫീഖൊക്കെ ഇതിനു വേണ്ടി ഓടിയ ഒരു ഓട്ടം അറിയാലോ അല്ലേ? അതാണ് ഇപ്പോൾ ജോയേട്ടൻ ഓർത്തെടുത്ത് പറഞ്ഞതും. അത്ര കട്ടിങ് വന്നപ്പോഴും ഇത് ഇറക്കും എന്നൊരു വാശിയോടുകൂടി ഓടിക്കൊണ്ട് മാത്രമാണ് ഇത്രയും വിജയത്തിലേക്ക് ഈ സിനിമ എത്തിയത്. അതെ, അതിന് പിന്നിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക അധ്വാനം ഉണ്ടല്ലോ. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, കോടതി പോകുന്നു, മേൽക്കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, സുപ്രീം കോടതി വരെ പോകുന്നു. ഒരാൾ ജീവിതം മടുക്കാതെ മതി അല്ലേ, അതെ അതെ സിനിമ ഇട്ട് പോകും, എനിക്ക് വയ്യാന്ന് പറയും. സുപ്രീം കോടതിയും തിരിച്ചടിയാണെങ്കിലോ, അവിടെയാണ് നമുക്ക് അല്പമെങ്കിലും ഒരു പ്രതീക്ഷ ഈ ഈ അതെ, അതെ. ഈ ഭാരതത്തിൽ ജീവിക്കാൻ തോന്നിക്കുന്നത്. ഇങ്ങനൊരു ഒരു ജുഡീഷ്യറിയിൽ ഇപ്പോഴും പ്രതീക്ഷിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ്. 2 പ്രാവശ്യം ജഡ്ജ് സിനിമ കാണുന്നു. ആ. ചരിത്രത്തിൽ 2 പ്രാവശ്യം ജഡ്ജ് സിനിമ കാണുന്നു. ജഡ്ജി കോരി ധരിച്ചിട്ടുണ്ടാവും. അല്ല, ജഡ്ജ് പറഞ്ഞത് ഇത് എന്താണ് പ്രശ്നമെന്ന് വരെ ചോദിച്ചാൽ ജഡ്ജ്മെൻറ്റിലുണ്ട്. അതെ, ഇതെവിടെയാണ് കുഴപ്പം. പിന്നെ രാഗി കെട്ടിയാൽ മാസ്ക് ചെയ്യണം, ഒരു ചരട് കെട്ടിയാൽ മാസ്ക് ചെയ്താണ് കാണിക്കേണ്ടത് നമുക്ക്. അതെ. ഈ രീതിക്കാണ് ഈ സെൻസർ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ എന്നൊരു കലയെ ഇല്ലാതാക്കുന്നു ഈ സെൻസർ ബോർഡുകൾ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് സിനിമയെ പറ്റി അറിയുന്നവരല്ല ഇരിക്കുന്നത്. അതാണ് വിഷയം. സിനിമയെ പറ്റിയോ കലാപരമായ സൗന്ദര്യത്തെ പറ്റിയോ ബോധമില്ലാത്തവരാണ്. നിങ്ങൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ ആ പാർട്ടിയുടെ പിന്നാലെ നടക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേറെ യാതൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. നേരെ മറിച്ച് ഫിലിം അക്കാദമിയിലത്തെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരോ അല്ലെങ്കിൽ ചലച്ചിത്ര നിരൂപകരോ അങ്ങനെയൊന്നും ഇതില്ലല്ലോ. നിങ്ങൾ പറ, സെൻസർ ബോർഡിൽ വിവരമുള്ള ഒരാളെ പേര് ആരുമില്ല. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ വരുന്ന എല്ലാവരും. അപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നമ്മൾ കോടതി പോകണം എന്നുള്ളതാണ് അവസ്ഥ. ഈ ജോയേട്ടൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ദീർഘകാലം സിനിമാ പ്രവർത്തനമാണ്, നാടകക്കാരനാണ്, എഴുത്തുകാരനാണ്, മാധ്യമപ്രവർത്തനമാണ്. ഇതിനു മുമ്പ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഒരു സെൻസർ ബോർഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു? അല്ല, സെൻസർ ബോർഡിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പല സിനിമകൾക്കും നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ JSK എന്നുള്ള സിനിമയില്ല, അതൊക്കെ ഇപ്പോഴാണ്. അതെ, പണ്ടത്തെ കാലത്ത് സെൻസർ ബോർഡിന് കുറച്ചും കൂടി സെൻസിറ്റീവായ ആൾക്കാരുണ്ടാവും, സെൻസിബിളായ ആൾക്കാർ. എന്താണ് കല, എവിടെയാണ് ഇത് സമൂഹത്തിനെ ബാധിക്കുന്നത്, പ്രധാനമായിട്ടും നോക്കുന്നത് ലൈംഗികത എത്രമാത്രം കൂടി എന്നുള്ളതാണ് സെൻസർ ബോർഡ് കാര്യമായിട്ട് നോക്കുക. അത് A സർട്ടിഫിക്കറ്റ് കൊടുക്കണോ, U സർട്ടിഫിക്കറ്റ് കൊടുക്കണോ. പിന്നെ വയലൻസ്. പൊളിറ്റിക്കലി സിനിമയിൽ സെൻസർ ബോർഡ് ഇടപെടാൻ തുടങ്ങിയത് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉണ്ടായിരുന്നു കിസാ കുർസിക്ക, എൻ്റെ അറിവിൽ ആ സിനിമയാണ് ഏറ്റവും അധികം സെൻസറിങ് പ്രശ്നങ്ങൾ നേരിട്ടത്. അതുപോലെ TV ചന്ദ്രൻ അഭിനയിച്ച PA ബക്കറിനെ കബനിയതിച്ച് വന്നപ്പോൾ അത് നക്സലൈറ്റ് നേതാവ് വർഗീസിൻ്റെ ഒരു കഥയായിട്ട് സാമ്യമുള്ളതാണ്. അപ്പോൾ അന്നത്തെ നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ അത് സെൻസർ ബോർഡ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിന് മറികടന്നിട്ട് ആ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകി, കോടതിയിലൊന്നും പോണ്ടി വന്നില്ല. അങ്ങനെ കുറേ സിനിമകളുടെ ചരിത്രമുണ്ടെങ്കിലും പ്രകടമായി രാഷ്ട്രീയം തോന്നിപ്പിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇടപെടലുകൾ നടത്താൻ തുടങ്ങിയത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അത് വലിയ കാഠിന്യത്തിലേക്കും പോയി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇതിനൊക്കെ മറികടക്കാനൊക്കെ പറ്റുമെന്ന് അതിനൊക്കെ ചലച്ചിത്രകാരന്മാർ വിചാരിച്ചാൽ തിയേറ്റർ റിലീസ് ചെയ്യേണ്ട ചപ്പല്. നിങ്ങൾക്ക് എത്രയോ പ്ലാറ്റ്ഫോംസ് ഇല്ല ഇപ്പോൾ സിനിമ കാണിക്കാൻ. അതെ, നമ്മൾ ഇത്രയധികം മുതൽ മുടക്കിയത് കൊണ്ടാണ് നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ തിരിച്ചു കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ യൂട്യൂബുണ്ട്, OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വിദേശത്ത് പോയി റിലീസ് ചെയ്യണം, ഇവിടെ അനുവദിച്ചിട്ടില്ലെങ്കിൽ വരുമാനം കുറയുന്നുള്ളൂ. പക്ഷേ ചാലഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നോ അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു മരുന്ന്, അല്ല ഒരു എന്തായാലും പറയാം, ഒരു ക്വസ്റ്റ് നമ്മളുള്ളിൽ ഉണ്ടാവണം, ഒരു ത്വര. അല്ല, ആ ത്വര ഉണ്ടായിരുന്നു. ഞാൻ റഫീഖുമായിട്ട് ഇവിടെ സെൻസർ കിട്ടിയില്ലെങ്കിൽ ദുബായിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടുന്ന് ആളുകൾ കൊണ്ട് കാണിക്കാൻ പോകാമെന്ന് പുള്ളി തീരുമാനിച്ചിരുന്നത്. അത്രയ്ക്കും വാശി ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇത് ഫ്ലൈറ്റിൽ കൊണ്ട് അവിടെ സെൻസർ ഒക്കെ ആണല്ലോ, കട്ടില്ലാത്ത സിനിമ കാണാൻ ദുബായിലേക്ക്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കാനാണുള്ള പ്രശ്നം. അതെ, ഇവിടെ പ്രദർശിപ്പിക്കേണ്ട വെച്ചാൽ മതി. ഇപ്പം ലോകവ്യാപകമായിട്ട് മലയാള സിനിമ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതെ 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 US-ലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, കാനഡയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ഗൾഫ് കൺട്രീസിലുണ്ട്, ഒക്കെ ഉണ്ട്. കേരളം നമുക്ക് മറന്നേക്കാം. ഈ നിലയ്ക്ക് പോലെ ചെയ്യേണ്ടി വേണ്ടി വരും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മളിതിന് മറികടക്കാനുള്ള ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ വെല്ലുവിളി. നല്ല സിനിമ എടുക്കുക മാത്രമല്ല, പ്രദർശിപ്പിക്കാനുള്ള ആ ഒരു
ഇതും കൂടെ ആ ഒരു ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ജോൺ അബ്രഹാമൊക്കെ ആദ്യം തന്നെ പറഞ്ഞത്, എൻ്റെ സിനിമ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തിയേറ്ററുകാരിൽ ഇന്ന ആർട്ടിസ്റ്റുകളുണ്ടോ അന്നങ്ങനെയാണല്ലോ, ആരാ നായകൻ ആരാ നായിക, ഇതിൽ നായകർ ജനങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരും വരില്ല, വേണ്ട ഞാൻ സ്വന്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം. അങ്ങനെയാണല്ലോ 16mm പ്രൊജക്ടർ വാങ്ങിയിട്ട് ഞാൻ തന്നെ ആ സിനിമ, ഞാൻ നായകനായ സിനിമ ഞാൻ തന്നെ പ്രദർശിപ്പിച്ച ചരിത്രം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കൊല്ലത്തും തങ്കശ്ശേരി ആലപ്പുഴ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ തന്നെ ഈ സിനിമ ബസ്സിൻ്റെ മുകളിൽ വെച്ച് കൊണ്ടുപോയിട്ട് ഇതില്ലേ ഫിലിം പെട്ടി 16mm പ്രൊജക്ടറും ഒരു ജോസഫേട്ടൻ്റെ പ്രൊജക്ടറുണ്ട് ഇവിടെ വാടകയ്ക്ക് ഇട്ട്, അത് ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി കടപ്പുറത്തൊക്കെ കാണിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് സിനിമ കഴിഞ്ഞു പോകുന്ന നാട്ടുകാർ ചോദിച്ചേ, ഇയാളല്ലേ ഇപ്പം അതിൽ കണ്ടത്? അങ്ങനെ സ്കൂളിൽ ബെഞ്ചടിപ്പിച്ചിട്ട് കിടന്നുറങ്ങിയതും ഒക്കെ നല്ല. എൻ്റെ കൂടെ ഒരു ബിജു ഒക്കെ ഉണ്ടായിരുന്നു, ദുബായിലാണ് ബിജു. ഒരു അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അതൊക്കെ ഇതിനൊക്കെ മറികടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പണം കൊണ്ട് സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയെ വെല്ലുവിളിച്ചിട്ടാണ് ജോൺ അബ്രഹാം ജനങ്ങളെ പണം കൊണ്ട് സിനിമ എടുത്തത്. ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ പടം തിയേറ്ററിൽ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തം കാണിച്ചോളാം, ഡിസ്ട്രിബ്യൂട്ടർ വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു ചാലഞ്ചുകൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം ഡയറക്ടേഴ്സ് കാണിക്കും. ഇപ്പോൾ ഇതിലെ വീര കാണിച്ച പോലെ വീര സുപ്രീം കോടതി വരെ പോയി, ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നെങ്കിൽ പോയേനെ. സുപ്രീം കോടതി വരെ പോയിട്ട് നേടിയെടുത്തു. ഈ പടം ശരിക്ക് വിജയിപ്പിക്കേണ്ടത് ഇപ്പോൾ ഓരോ മലയാളിയുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ അഭിനയിച്ചോട് പറയല്ല, അത് മുന്നോട്ട് വെക്കുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്, അത് മുന്നോട്ട് വെക്കുന്നൊരു സാമുദായിക മൈത്രിയുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണം. അത് ഇപ്പോൾ ആ രീതിക്ക് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ തിയേറ്ററുകൾ കാണുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഇത്തരം കഥകൾ എഴുതാനുള്ളൊരു ചങ്കൂറ്റവും അതിൽ അഭിനയിക്കാനുള്ള ചങ്കൂറ്റവും എല്ലാവരും കാണിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇത് വിവാദമാകുമെന്നൊരു ധാരണയുണ്ട്. ഇപ്പോൾ നായകനായ ഷൈനൊക്കെ ഒരു പ്രായം കൊണ്ട് ചെറുതാണ്. ഷൈനൊക്കെ ഇതിലേക്ക് വരാൻ ഈ സിനിമ ഞാൻ ഇന്നലെ പ്രസ് മീറ്റിൽ ചോദിച്ചു, ഇതിൽ അഭിനയിച്ച് ചെയ്യുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടാകും എന്നാണ് ഷെയ്ൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഈ ആർട്ടിസ്റ്റ് സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ മതവും ജാതിയില്ല, അതാദ്യം മനസ്സിലാക്കുക. എനിക്കെന്നെ അറിയില്ല ഞാൻ ക്രിസ്ത്യാനിയാണോ എന്നുള്ളത്, മറ്റോ മുസ്ലിമാണോ ഹിന്ദു ആണോ, നമ്മളങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയിൽ മാത്രമല്ല നാടകത്തിലൊക്കെ തന്നെ കലാകാരന്മാരുടെ മനസ്സ് അങ്ങനെ സങ്കുചിതമാവൂല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഇപ്പോൾ ഒരുപാട് ക്രൈം നടക്കുന്നു നമ്മുടെ നാട്ടിൽ, ലോകത്ത് തന്നെ. കേരളത്തിലെടുത്തോ എത്ര എഴുത്തുകാർ കൊലപാതകികളായിട്ട് ജയിലിലിട്ട് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു എഴുത്തുകാരൻ പോലും ഒരു കൊലപാതകമായിട്ട് ഒരു ഭവനവേദനത്തിൻ്റെ ജയിലിലുണ്ടാവില്ല. ലൈംഗിക അതിക്രമം ഉണ്ടാവും കേട്ടോ, അത് പിന്നെ മനുഷ്യ സഹജമാണ്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാനസിക രോഗമാണ്, അതിന് ചികിത്സ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സിനിമാക്കാരൻ കത്തിക്കുത്ത് നടത്തിയിട്ട് ജയിലിലാവുക അല്ലെങ്കിൽ ആരെയും കൊല്ലുക അതില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വളരെ ഹ്യൂമെയിനായിട്ടുള്ളൊരു മനസ്സ്, മാനവികമായൊരു മനസ്സുള്ളവർക്കാണ് ഒരു ആർട്ടിസ്റ്റാകാൻ പറ്റുള്ളൂ. അല്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ട് വളരെ, അത് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ചില പ്രത്യേക അങ്ങനെ ഒരു മനസ്സിൽ പാകപ്പെടുത്തിയ ആൾക്കാരുണ്ട്, സങ്കുചിതമായി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഇതിൽ കൂട്ടണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് ഷൈനികമായാലും ശരി, ഇപ്പോൾ നിഷാദ് കോയയാണെങ്കിലും നിഷാദ് കോയയ്ക്ക് എന്ത് വർഗീയത അവരുള്ളത്? വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യനല്ല. അവൻ്റെ എന്താ പറയുക, ഓർഡിനറി പടം കണ്ടാറിനൂടെ. എന്നോട് നിഷാദ് കോയ ഫോണിലാണ് പറയുന്നത് ഈ കഥ, അഭിനയിക്കാൻ വിളിക്കുമ്പോൾ കഥ ക്യാരക്ടർ. ഞാൻ പറയും ബിഷപ്പ് കുറേ ആയി, മറ്റേ പള്ളിയിൽ വെച്ച് തന്നെ എനിക്ക് തോന്നുന്നത് 10-20 ഒക്കെ കഴിയുന്നു, 25 കഴിയുന്നു തോന്നുന്നു. തമിഴുമുണ്ട് പള്ളിയിൽ. അപ്പനോട് അല്ല ഇത് നിങ്ങൾ പറഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ. ചിലതങ്ങനെ ഉണ്ട്. ചില സിനിമയിലൊക്കെ ഒരു സീനിൽ ഞാൻ ഉണ്ടാവുള്ളൂ, പക്ഷെ ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് ഡയറക്ടർ ധരിക്കുന്നു. ആ പടമൊക്കെ ഹിറ്റാണ്. നാൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പം ഇതിഹാസ എന്നൊരു പടം ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്. ഇതിഹാസ ഷൈൻ ടോമൊക്കെ അഭിനയിച്ച, അതിൽ ഞാൻ ഒരു സീനിലേ ഉള്ളൂ. എന്നെ ഒന്ന് വിളിച്ച് ഒറ്റ സീനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മടിയോടുകൂടെ പറഞ്ഞു. അത് സാറ് പറഞ്ഞാൽ അത് വിശ്വസിക്കുള്ള ആൾക്കാർ. ശരി, ആ പടം ഹിറ്റ്. ഇടുക്കി ഗോൾഡ്
ഒരു ഡയലോഗേ ഉള്ളൂ. അതെ അതെ പ്രശസ്തമായ നമ്മളെ ഇടുക്കിയിലെ പൊൻകതിരിനെ പറ്റി, അത് ഹിറ്റ്. 7th ഡേ രാജു ഞാനും തമ്മിൽ ഒരു ഡയലോഗേ ഉള്ളൂ, അത് ഹിറ്റ്. അങ്ങനെ ഒറ്റ സീനിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് ഹിറ്റാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒറ്റ സീനിൽ അഭിനയിക്കാൻ വിളിച്ചാൽ മതി. ഇതിലും അങ്ങനെ വിളിച്ചിരിക്കുന്നു. ഇതിൽ രണ്ടല്ല, ഇതിൽ കുറച്ചുണ്ടായിരുന്നു, എങ്കിലും എഡിറ്റ് ചെയ്ത് പോയി. എഡിറ്റ് കട്ടിങ് പറഞ്ഞതിലേ പോയല്ലോ. ഇത് 5-6 ദിവസം ഉണ്ടായിരുന്നു. ഉം, ഉം. അത് കുറേ ഒരു കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷേ എൻ്റെ പേടി മുഴുവൻ ഈ ക്ലൈമാക്സ് സീനിലെ ആ ഡയലോഗ് കട്ട് ചെയ്യുമെന്നായിരുന്നു. അത് കട്ട് ചെയ്തിട്ടില്ല. അത് രക്ഷപ്പെട്ടു. അത് പ്രേക്ഷകർ പോയി കാണണം. ആ ഡയലോഗ് കാണണമെങ്കിൽ, ആ ഡയലോഗ് കേൾക്കണമെങ്കിൽ തിയേറ്ററിൽ പോയാലാണ്. അതാണ് ഏറ്റവും മനസ്സിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറത്തേക്കുള്ള ഒരു ഡയലോഗാണ്. അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോഴേ ആ ഡയലോഗ് അതെ അതെ അത് മനുഷ്യർ പരസ്പരം സ്നേഹിക്കാനാണോ കലയിക്കാനാണോ എന്ന് ആ ഡയലോഗിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത കഥ, നമ്മളൊക്കെ ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഡയലോഗ് ഡെലിവറിക്ക് നാടകീയതയൊന്നും ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ചിലതൊക്കെ സ്വാഭാവികമായി വരും, കൃത്രിമമായിട്ടും വരും. ഇത് സ്വാഭാവികമായി വന്നതാണ്. അതിൽ മൊത്തം പടത്തിൻ്റെ ഒരു ആ മൂഡും അങ്ങനെ തന്നെയാണ്. അതിൽ ഞാനൊക്കെ ആലോചിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു തീം എങ്ങനെ സിനിമയാക്കുന്നൊക്കെ. ആദ്യം ഞാൻ ആസ് എ റൈറ്റർ ആലോചിച്ചിരുന്നു. പക്ഷേ എനിക്ക് പിടിയിട്ടിട്ടില്ല ഇത് എങ്ങനെ തീരുന്നുള്ളത്. ഇതിൽ നമ്മുടെ ജോണി ആൻ്റണിയൊക്കെ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി ഗംഭീരം, മധുബാലുണ്ട്, നല്ല ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് ഇതിൽ. ചെയ്തവർക്കെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോങ്സ് ഒക്കെ നന്നായിട്ടില്ലേ. പാട്ടുകളാണല്ലോ ഈ സിനിമയെ കൊണ്ടുപോകുന്നത് നമ്മളെ. അത് ഷൈൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, ഒരു 4-5 പാട്ടുണ്ടാവും. പിന്നെ ബേസിക്കലി ഈസ് എ വെരി റൊമാൻറ്റിക് ഫിഗർ. അതെ അതെ. പിന്നെ ഈനോസ് നന്നായി ഡാൻസ് ചെയ്യും. RDX ഒക്കെ ഉണ്ടല്ലേ, എനിക്ക് എത്രയോ കാലത്തെ പാട്ട് എൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. ആൾക്കാർ വിചാരിക്കും ഇയാൾ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടും. അല്ല, ആ നായിക ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അതിൽ അഭിനയിച്ചവരെല്ലാവരും അതിൽ കുറേ മെസ്സേജുകൾ, നമുക്കൊരു ഫാമിലിക്ക് കുറേ മെസ്സേജ്, നമുക്കൊക്കെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ആ അച്ഛനും അമ്മയും പോയിരുന്ന് കാണുമ്പോൾ ആ കൊടുക്കുന്ന ഷൈൻ്റെ അമ്മ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് പെൺകുട്ടിക്ക്. ആ മെസ്സേജൊക്കെ നമ്മൾ ചിന്തിക്കുന്ന മെസ്സേജുകളാണ്. അപ്പം എല്ലാം കൊണ്ടും ഈ സിനിമ നല്ലൊരു സിനിമയാണ്. ഈ സിനിമ റെലവൻ്റാണ്. ഈ കാലത്ത് ഇങ്ങനൊരു സിനിമ ആവശ്യമാണ്. എല്ലാവരെയും പറയേണ്ട രീതിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ കാര്യമൊക്കെ നല്ല ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആ പാർട്ടികളൊന്നും നോക്കാതെ ബീഫ് ബിരിയാണിയാണ് നല്ലതെന്ന് പറയുന്ന ഡയലോഗ് അവിടെ വരുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടതൊക്കെ ഭംഗിയായിട്ട് കൊടുത്തൊരു സിനിമ ആ സിനിമയാണ്. ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത ജോയേട്ടൻ ഇത്രയും തുറന്നു പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്നിട്ടും ആ കട്ടിങ്ങും അല്ലാണ്ട് ഒരു ചോര പോലും കാണുന്നില്ല, ഒരു പീഡനം പോലും കാണുന്നില്ല. സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞതേ, ഇത് എൻ്റെ ഹൈദരാലി ഇത് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞത് യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്താണ് എന്താണെന്ന് തിരിച്ചറിയില്ല. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. നിങ്ങൾ അതിലത്തെ ആ ലിസ്റ്റിലത്തെ ആൾക്കാരെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരാൾക്ക് സിനിമയുടെ ചരിത്രത്തെക്കുറിച്ചോ, ആരാണ് ഗോദാർദ്, ആരാണ് ഐസൻസ്റ്റീൻ, ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ പോലും അറിയില്ല. അറിയണ്ടാവില്ല. അവർക്ക് ആകെ നോക്കുന്നത് സെക്സ് ഉണ്ടോ നോക്കും, വയലൻസ് ഉണ്ടോ നോക്കും, പിന്നെ നോക്കുന്നത് എന്താ വെച്ചാൽ വർഗീയത ഉണ്ടോ നോക്കും. വർഗീയത എന്ന് പറഞ്ഞാൽ അവരെ ബാധിക്കുന്ന വർഗീയത ഉണ്ടോ നോക്കും. അപ്പോൾ ഇതാണ് പാർട്ടിയെ ബാധിക്കുന്ന വർഗീയത. അതാണ് സെൻസർ ബോർഡിൻ്റെ ഒരു, ഇങ്ങനെയൊന്നല്ല സെൻസർ ബോർഡും കാര്യങ്ങളൊന്നും വേണ്ടത്. അക്കാദമിക് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ടത് സെൻസർ ബോർഡിലൊക്കെ അല്ലേ. പിന്നെ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ജൂറി എന്നൊരു ഏർപ്പാടുണ്ട്. പല മേഖലകളിൽപ്പെട്ട ആൾക്കാരെ, പൗരന്മാരെ, അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ് അവരുടെ വിധി ന്യായങ്ങളുടെ അവസാന വാക്ക്. അതിൽ പ്ലംബർ പണിക്ക് പോകുന്ന ആളുണ്ടാവാം, ഡ്രൈവർ ഉണ്ടാവാം, ക്ലാർക്ക് ഉണ്ടാവാം, ഡോക്ടർ ഉണ്ടാവാം, എഞ്ചിനീയർ ഉണ്ടാവാം, പല ആൾക്കാരുണ്ടാവും. ഇവരാണ് ഒരു തീരുമാനമെടുക്കുക. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ആൾക്കാരായിരിക്കും. ഇതിൽ സിനിമയിൽ പ്രാവീണ്യം തെളിയിച്ച ഒറ്റ ആളുണ്ടാവും സെൻസർ ബോർഡിൽ നീ നോക്ക്. ഈ ചരിത്രത്തിൽ പ്രാവീണ്യം ആരും കൊണ്ടോ നോക്കുക, ഈ സിനിമാ ചരിത്രത്തിൽ അറിവുള്ള ആരും കൊണ്ടോ നോക്കുക, ഒന്നും ഉണ്ടാവില്ല. ഈ സ്വഭാവ സർട്ടിഫിക്കറ്റും കൂടെ നോക്കേണ്ടി വരും. ഇവരുടെ തീവ്രത അളക്കേണ്ടതും കൂടെ വരും ചിലപ്പോൾ. അതാണ് സ്ഥിതി.